ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ക്വിക്കായിട്ട് ഒരു കടായി പനീർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടായി പനീർ തയ്യാറാക്കാനായി ഞാനൊരു ലാർജ് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കാസ്റ്റ് അയൺ പാനാണ്. ഇതിലേക്ക് നമുക്കൊരു വലിയ ക്യൂബ് ബട്ടർ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ ഉള്ളി, അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഉള്ളിയാണ് കേട്ടോ, ഇതുപോലെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി ചേർത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ ഗോൾഡൻ ആവുന്നത് വരെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്തോളൂ. ഇത് കാരമലൈസേഷനെ എളുപ്പമാക്കും കേട്ടോ. അപ്പോൾ അത് ഉള്ളി നല്ല ഗോൾഡനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ പൊടിയായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. പാൻ ഓൾറെഡി നല്ല ചൂടാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം നമ്മൾ തീ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്ത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ടുള്ളൂ. തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് പോയിട്ട് തക്കാളി നല്ലപോലെ വഴന്നു വരണം കേട്ടോ. അത്യാവശ്യം തക്കാളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇത് പാകമായി എന്നാണ് അർത്ഥം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആ ടേസ്റ്റിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഇത് വീണ്ടും വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വഴറ്റിയെടുക്കാം. ഇതൊരു ക്വിക്ക് സ്റ്റിർ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാ ചേരുവകളും റെഡിയായിട്ട് അടുത്ത് വയ്ക്കുക. ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ഒരു മീഡിയം സൈസ് ക്യൂബ് ബട്ടറും ചേർക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, ഒരു 3 വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി ക്രഷ് ചെയ്തതും, ഒരു ചെറിയ ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തതുമാണ് കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോ സ്മെല്ല് പോയിട്ട് ഒരു നല്ല സുഗന്ധം വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതുപോലെ ക്യൂബായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വെന്ത് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ആ ഒരു ക്രഞ്ചിനെസ് ഇല്ലേ ഉള്ളിയുടെ, ആ ഒരു ക്രഞ്ച് നമുക്ക് കിട്ടണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം മീഡിയം സൈസ് ക്യൂബായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മതി നമുക്ക്. അപ്പോൾ ഈ 3 കളറും ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കടായി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ അത്യാവശ്യം കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല ക്രഞ്ചി ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ആ റോ ടേസ്റ്റ് ഉണ്ടാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. മസാല നല്ല തിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുമിച്ച് ചേർക്കരുത്, അല്പാൽപമായി ചേർത്തിട്ട് തീ കുറച്ച് കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശം നമ്മുടെ കടായിൽ ധാരാളമായിട്ട് ആവശ്യമില്ല. പക്ഷേ ഈ മസാലയും വെജിറ്റബിൾസൊക്കെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളം വറ്റി വരുമ്പോൾ അടുത്ത ബാച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 350 ഗ്രാം പനീർ ഇതുപോലെ ക്യൂബായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മിക്സ് ചെയ്യണം. പനീർ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് കെയർഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഇനി ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇത് പ്യുവർലി ഓപ്ഷണലാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള കടായി പനീറാണ് വേണ്ടതെങ്കിൽ ഈ ഫ്രഷ് ക്രീം ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഫ്രഷ് ക്രീം അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ ക്രീം ഉണ്ടെങ്കിൽ ക്രീം തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ടീസ്പൂൺ കസൂരി മേത്തി നല്ലപോലെ കൈകൊണ്ടൊന്ന് ഞെരടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഹാൻഡ്ഫുൾ മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്നത് ഒത്തിരി ഉണ്ട് ഇതിൽ, പക്ഷേ പനീർ പൊടിഞ്ഞു പോകാതെ വളരെ ജെൻറ്റിലായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.